ത്രിയേക ദൈവത്തിന് സ്തുതി. ഏവർക്കും ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. 2024 മർത്തമറിയം വനിതാ സമാജം കേന്ദ്ര പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന ഏവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ദൈവപുത്രനായ ക്രിസ്തുവിൻ്റെ മഹത്വം എന്ന ആദ്യ അധ്യായത്തിലെ 2ാം ഭാഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുത്രനായ ക്രിസ്തു ആര് എന്ന ചോദ്യത്തിന് നൽകുന്ന ഉത്തരമാണ് 1ാം അധ്യായത്തിൻ്റെ 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത്. ആരാണ് പുത്രനായ ക്രിസ്തു? ഒന്നാമതായി, പിതാവിന് സമനാണ് പുത്രൻ. പിതാവിനെ പൂർണ്ണമായും വെളിപ്പെടുത്തിയവനാണ് ക്രിസ്തു. സൃഷ്ടികർമ്മത്തിൽ പിതാവിനോടൊപ്പം പങ്കുണ്ട് പുത്രനും. സകലവും അവൻ മുഖാന്തരം ഉളവായി എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 1:23 നാം കാണുന്നു. പിതാവിനോടൊപ്പം തന്നെ സൃഷ്ടാവാകിയാൽ സകലത്തിൻ്റെയും അധികാരിയും അവകാശിയുമാണ് ക്രിസ്തു. രണ്ടാമതായി, ക്രിസ്തു ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ്. ദൈവം തേജസ്സിൽ വസിക്കുന്നവനാണ്. അവൻ്റെ തേജസ് സമാഗമന കൂടാരത്തിലും ദേവാലയത്തിലും നിറഞ്ഞിരുന്നുവെന്ന് സംഖ്യാപുസ്തകം 14:10 പറയുന്നു. ദൈവ സാന്നിധ്യത്തിൻ്റെ പര്യായമാണ് ദൈവ തേജസ്. പുത്രൻ ദൈവ തേജസ്സിൻ്റെ പ്രഭയാണ് എന്ന് പറഞ്ഞാൽ പുത്രൻ പിതാവിൻ്റെ തേജസ്സിനെ അഥവാ ദൈവ സാന്നിധ്യത്തെ പ്രതിഫലിപ്പിക്കുന്നു. വചനം ജഡമായി തീർന്ന ക്രിസ്തുവിൽ ദൈവികമായ തേജസ് മറുരൂപാ മലയിൽ വെച്ച് ശിഷ്യന്മാർ കണ്ടതായി പത്രോസ്ലീഹ സാക്ഷിക്കുന്നു. ഉദാഹരണമായി, സൂര്യനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ നിന്ന് പുറപ്പെടുന്ന രശ്മികൾ ലോകമെങ്ങും പരക്കുന്നതുകൊണ്ടാണ്. അതുപോലെ പിതാവിനെ നാം അറിയുന്നത് പിതാവിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മിയായ പുത്രനിൽ കൂടിയാണ്. ഗ്രീക്കിൽ അപ്പോവാഗാഡ്മ എന്നും സുറിയാനിയിൽ സെമഹോ എന്നും ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പര്യായമാണ്. വിശ്വാസ പ്രമാണത്തിൽ ക്രിസ്തുവിനെ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. പുത്രൻ സകലത്തിലും അധികാരിയും അവകാശിയുമാണെന്ന് ലേഖകൻ പറയുന്നത് എന്തുകൊണ്ട്? പിതാവിനോടൊപ്പം സൃഷ്ടാവാകിയാൽ. സകലവും ഡാഷ് മുഖാന്തരം ഉളവായതാണ്. വചനം. തേജസ്സിൻ്റെ പര്യായം എന്ത്? ദൈവ സാന്നിധ്യം. ക്രിസ്തു ഡാഷിൻ്റെ പ്രഭയാണ്, ദൈവ തേജസ്സിൻ്റെ. വചനം ജഡമായി തീർന്നത് ആര്? ക്രിസ്തു. ശിഷ്യന്മാർ ദൈവ തേജസ് ക്രിസ്തുവിൽ ദർശിച്ചത് എവിടെ വെച്ച്? മറുരൂപാ മലയിൽ. പ്രഭ എന്നതിന് ഗ്രീക്കിൽ ഉപയോഗിക്കുന്ന പദം അപ്പോവാഗാഡ്മ. കതിര് എന്നതിന് സുറിയാനിയിൽ ഉപയോഗിക്കുന്ന പദം സെമഹോ. വിശ്വാസ പ്രമാണത്തിൽ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമെന്ന് വിശേഷിപ്പിക്കുന്നത് ആരെ? ക്രിസ്തുവിനെ. മൂന്നാമതായി, ക്രിസ്തു തത്വത്തിൻ്റെ മുദ്രയാണ്. ഇവിടെ തത്വം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവമെന്നാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ മുദ്ര അഥവാ അടയാളമാണ്. പുത്രൻ പിതാവിൻ്റെ മുദ്രയാണെന്ന് പറയുമ്പോൾ അത് പിതാവിൻ്റെ പ്രതിച്ഛായ തന്നെയാണ്. ക്രിസ്തുവിനോട് ശിഷ്യനായ പീലിപ്പോസ് ദൈവത്തെ കാണുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ മറുപടി. ഞാനും പിതാവും ഒന്നാകുന്നു എന്ന വചനവും ഇവിടെ പ്രസക്തമാണ്. മുദ്ര എന്നതിനെ സൂചിപ്പിക്കുന്ന ഗ്രീക്ക് പദം കാരക്ടർ എന്നാണ്. നാലാമതായി, ക്രിസ്തു തൻ്റെ വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. ദൈവം സകലവും സൃഷ്ടിക്കുന്നവനും സൃഷ്ടിയുടെ ഉദ്ദേശ ലക്ഷ്യത്തേക്ക് അവയെ നയിക്കുന്നവനുമാകുന്നു. ദൈവവചനം ശക്തിയുള്ളതാണ്. വചനം ദൈവമായിരുന്നു. വചനത്തെ കൂടാതെ ഒന്നും ഉളവാകുന്നില്ല എന്ന് കൊലോസ്യർ ലേഖനത്തിൽ നാം വായിക്കുന്നു. ആ വചനം ക്രിസ്തുവും സകലത്തിനും ആധാരവുമാകുന്നു. വചനമായ ക്രിസ്തുവും ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ട്
അവൻ നമ്മുടെ രക്ഷിതാവും നിയന്ത്രിതാവും ആകുന്നു. അഞ്ചാമതായി, ക്രിസ്തു പാപങ്ങളുടെ പരിഹാരകനാണ്. മനുഷ്യരെല്ലാം പാപികളായതിനാൽ പാപികളെ രക്ഷിപ്പാൻ അവർക്ക് കഴിയില്ല. ദൈവകരുണയാൽ ക്രിസ്തു മൂലം പാപത്തിനു പരിഹാരം സാധിപ്പിച്ചു. ക്രിസ്തുവിൻ്റെ മരണവും പുനരുദ്ധാനവുമാണ് അതിനുദാഹരണം. പാപപരിഹാരം ഉണ്ടാക്കിയ ശേഷം ക്രിസ്തു ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത് ഇരിക്കുന്നതായി എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നു. വലതുഭാഗത്ത് എന്ന് പറയുമ്പോൾ പിതാവിൻ്റെ അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും പുത്രൻ വിരാജിക്കുന്നു എന്നതാണ് അർത്ഥം. ചുരുക്കത്തിൽ പുത്രൻ തമ്പുരാൻ 3 തരത്തിലുള്ള പ്രധാനമായ ശുശ്രൂഷകൾ നിർവഹിക്കുന്നു. 1. പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വെളിപാട് വ്യക്തമാക്കുന്നു. 2. പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുന്നു. 3. രാജാവെന്ന നിലയിൽ മഹത്വത്തിൻ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് വാണരുളുന്നു. ഈ ഭാഗവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. ക്രിസ്തു ഡാഷിൻ്റെ മുദ്രയാണ്. തത്വം എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം. കാരക്ടർ എന്ന ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം മുദ്ര അഥവാ അടയാളം. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് ആരോട് പറഞ്ഞു? ക്രിസ്തു പീലിപ്പോസിനോട് പറഞ്ഞു. ഡാഷ് ദൈവമായിരുന്നു, വചനം. ക്രിസ്തു തൻ്റെ ശുശ്രൂഷ പൂർത്തീകരിച്ച ശേഷം എവിടെ ഇരിക്കുന്നതായാണ് ലേഖകൻ പറയുന്നത്? ഉയരത്തിൽ മഹിമയുടെ വലതുഭാഗത്ത്. വലതുഭാഗത്ത് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥമെന്ത്? പിതാവിൻ്റെ അധികാരത്തിലും മഹത്വത്തിലും ശക്തിയിലും പുത്രൻ വിരാജിക്കുന്നു എന്നതാണ് അർത്ഥം. പുത്രൻ തമ്പുരാൻ്റെ 3 തരത്തിലുള്ള ശുശ്രൂഷകൾ ഏതെല്ലാമാണെന്നാണ് എബ്രായർ 1-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. പ്രവാചകൻ എന്ന നിലയിൽ ദൈവത്തിൻ്റെ വെളിപാട് വ്യക്തമാക്കുന്നു. പുരോഹിതൻ എന്ന നിലയിൽ അവിടുന്ന് പാപപരിഹാര കർമ്മം അനുഷ്ഠിക്കുന്നു. രാജാവെന്ന നിലയിൽ മഹത്വത്തിൻ പിതാവിൻ്റെ വലതുഭാഗത്ത് വാണരുളുന്നു. അവസാനമായി, ക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ. ക്രിസ്തു എല്ലാ പ്രവാചകരിലും മികച്ചവൻ എന്നതിനുപരിയായും അവൻ മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനെന്ന് സ്ഥാപിക്കുകയാണ് ഇവിടെ ലേഖകൻ ചെയ്യുന്നത്. യഹൂദന്മാർ മാലാഖമാർക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. അതിനാൽ മാലാഖമാരെക്കാൾ ശ്രേഷ്ഠനും അതുല്യനുമാണ് ക്രിസ്തു എന്ന് സമർത്ഥിക്കുന്നതിനായി സങ്കീർത്തനം 110:1 ഉദ്ധരിച്ചുകൊണ്ട് എബ്രായർ 1:13 ഒരു ചോദ്യം ഉന്നയിച്ചിരിക്കുന്നതായി കാണാം. സങ്കീർത്തനം 110:1 യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. എബ്രായർ 1:13 ഇത് തന്നെ ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ചോദ്യമായി ഉന്നയിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ക്രിസ്തു ശ്രേഷ്ഠനാണെന്ന് ലേഖകൻ എടുത്തു കാട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. എബ്രായർ 1:4 വാക്യം മുതൽ 14 വാക്യം വരെ പഴയ നിയമത്തിൽ നിന്നുള്ള 7 ഉദ്ധരണികൾ നൽകിക്കൊണ്ടാണ് പുത്രൻ്റെ ഔന്നത്യത്തെ എടുത്തു കാട്ടുന്നത്. 7 ഉദ്ധരണികളും നൽകുന്ന സന്ദേശങ്ങളും ഇവിടെ പ്രസക്തമാണ്. പുത്രൻ ദൈവപുത്രനാണ് എന്ന് എബ്രായർ 1:5 പറയുന്നു. ഇതേ ഉദ്ധരണി തന്നെ സങ്കീർത്തനം 2:7 കാണാം. പുത്രൻ മഹത്വീകൃതനാണ് എന്നതിന് സമാനമായ സങ്കീർത്തനം 97:7. മാലാഖമാർ സൃഷ്ടികൾ മാത്രമാണ് എന്നതിന് സമാനമായ സങ്കീർത്തനം 104:4. പുത്രൻ രാജകീയ പ്രഭാവമുള്ളവനാണ് എന്നതിന് സമാനമായ സങ്കീർത്തനം 45:6-7 വാക്യങ്ങളാണ്. പുത്രൻ അനശ്വരൻ എന്നതിന് ചേർന്ന സങ്കീർത്തന ഭാഗം 102:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. പുത്രൻ നിത്യവിധി കർത്താവ് എന്നതിന് സമാനമായ ഉദ്ധരണി സങ്കീർത്തനം 110:1. മാലാഖമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകരാണ് എന്നതിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള സങ്കീർത്തന ഭാഗം 34:7, 91:11-12 വാക്യങ്ങളാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 16:22 കാണുന്നു, മരിക്കുന്ന വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ദൂതന്മാരാണെന്ന്. ദൂതന്മാർ അഥവാ മാലാഖമാർ ശ്രേഷ്ഠമായ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്.
എന്നാൽ അതിനേക്കാളൊക്കെ വലുതും അതുല്യവുമായ സ്ഥാനമാണ് ക്രിസ്തുവിൻ്റേത് എന്ന് സമർത്ഥിക്കുന്ന അധ്യായം ആണ് 1-ാം അധ്യായം. ഈ അധ്യായം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെയൊക്കെ മനസ്സുകളിലും ക്രിസ്തുവിനുണ്ടാകേണ്ടുന്ന സ്ഥാനം ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമുക്ക് ഓരോരുത്തർക്കും അതിന് കഴിയട്ടെ. ഏവർക്കും ആശംസകൾ. പുത്രനായ ക്രിസ്തുവിൻ്റെ ഔന്നത്യത്തെ എടുത്തു കാട്ടുന്ന ഉദ്ധരണികൾ പഴയ നിയമത്തിലെ ഏതു പുസ്തകത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്? സങ്കീർത്തനങ്ങൾ. പുത്രൻ ദൈവപുത്രനാണ് എബ്രായർ 1:5 എന്നതിന് സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 2:7. പുത്രൻ മഹത്വീകൃതനാണ് എബ്രായർ 1:6 എന്നതിന് സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 97:7. മാലാഖമാർ സൃഷ്ടികൾ മാത്രമാണ് എബ്രായർ 1:7 എന്നതിന് സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 104:4. പുത്രൻ രാജകീയ പ്രഭാവമുള്ളവൻ എബ്രായർ 1:8 എന്നതിന് സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 45:6-7 വാക്യങ്ങൾ. പുത്രൻ അനശ്വരൻ എബ്രായർ 1:10 സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 102:25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. പുത്രൻ നിത്യവിധി കർത്താവ് എബ്രായർ 1:13 എന്നതിന് സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 110:1. മാലാഖമാർ രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ എബ്രായർ 1:14 എന്നതിന് സമാനമായ സങ്കീർത്തനം. സങ്കീർത്തനം 34:7. സങ്കീർത്തനം 91:11-12 വാക്യങ്ങൾ. ആരാണ് മാലാഖമാർ? രക്ഷയ്ക്കുള്ള ശുശ്രൂഷകർ, ശുശ്രൂഷയ്ക്കായി അയക്കപ്പെടുന്ന സേവാത്മാക്കൾ. വിശുദ്ധരുടെ ആത്മാക്കളെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നത് ആര്? ദൂതന്മാർ.